ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം PSC സ്വാഗതം. നമുക്കിനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പരീക്ഷകളുടെ ഒരു ചാകര കാലഘട്ടം തന്നെയാണ് അല്ലേ. പക്ഷേ ഈ പരീക്ഷകൾക്ക് പഠിക്കുമ്പോൾ നമ്മൾ സിലബസ് നോക്കി പഠിച്ചു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി പഠിച്ചു എന്നതൊക്കെ നല്ല മെത്തേഡുകൾ തന്നെയാണ്. സിലബസ് അനുസരിച്ച് പഠിക്കുക, സിലബസിനുള്ളിൽ നിന്ന് പഠിക്കുക, അതേപോലെ തന്നെ ഈ പറയും പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലേ. ഒരു നല്ല പരീക്ഷയ്ക്ക് കൃത്യമായ വിജയം കൈവരിക്കാൻ പറ്റുന്ന രണ്ട് പ്രധാന വെപ്പൺസ് ആണ് സിലബസ് നന്നായി അറിഞ്ഞിരിക്കുന്ന, കഴിഞ്ഞ കാലങ്ങളിലെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നവർക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് പരീക്ഷയ്ക്ക് സ്കോർ കയറ്റാൻ പറ്റും. പക്ഷേ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമ്മുടെ പരീക്ഷകളിൽ നമ്മൾ ഈ പറയുന്ന സിലബസുകൾ ഉണ്ടല്ലോ, ഈ സിലബസ് വിശാലമായ സിലബസാണ്. ഈ വിശാലമായ സിലബസിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യനുകൾ എല്ലാ തവണയും ആവർത്തിച്ചു വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. കാര്യം ആ ഒരു ഫോക്കസ്ഡ് ഏരിയ, അതാണ് നമ്മളൊരു സിലബസിന്റെ ഫോക്കസ്ഡ് ഏരിയ എന്ന് പറയുന്നത്. ആ ഒരു ഏരിയക്ക് അനുസരിച്ച് പഠിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ആ ഒരു മേഖലയെ കൂടുതൽ ഊന്നൽ നൽകി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഡിഗ്രി ലെവലിന്റെ സിലബസ് ആണ്. ഓൾമോസ്റ്റ് ഇത് തന്നെയാണ് നമ്മുടെ 10th അതുപോലെ തന്നെ നമ്മുടെ 12th ലെവലിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നമ്മുടെ ടോപ്പിക്കുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. ഇതിൽ നോക്കിയാൽ നമുക്ക് കേരള ഹിസ്റ്ററി കാണാം, ഇന്ത്യൻ ഹിസ്റ്ററി കാണാം, വേൾഡ് ഹിസ്റ്ററി കാണാം അല്ലെ. കേരള, ഇന്ത്യ, വേൾഡ് ഹിസ്റ്ററികൾ കാണാം. ഞാൻ ഹിസ്റ്ററി ടോപ്പിക്കിലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഹിസ്റ്ററി ടോപ്പിക്കിൽ ഈ ഭാഗത്ത് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കൂ. സിലബസിൽ നമുക്ക് പ്രധാനമായി ഇപ്പോൾ കേരള ഹിസ്റ്ററി എടുത്താൽ യൂറോപ്യന്മാരുടെ ആഗമനത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. തിരുവിതാംകൂർ ചരിത്രം എന്ന് പറയുമ്പോൾ എടുത്തു തന്നെ പറയുന്നുണ്ട് ആധുനിക തിരുവിതാംകൂറിന്റെ ചരിത്രം തന്നെയാണ്. മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെയുള്ള ഭരണകാലയളവിന്റെ പ്രത്യേകതകളെ കുറിച്ചുള്ള ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നീട് ചോദിച്ചിരിക്കുന്നത് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്, സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ കേരളത്തിന്റെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ, നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള എന്നതാണ് അല്ലെ. പിന്നെ നോക്കൂ, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ആഫ്റ്റർ 1956, 1956 ശേഷമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പഠനത്തെക്കുറിച്ചുള്ള, ചരിത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഗ്രി ലെവലാണെന്നുണ്ടെങ്കിൽ മധ്യകാല ഇന്ത്യ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ആധിപത്യത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സ്വദേശി പ്രസ്ഥാനം, ഇന്ത്യൻ സാമൂഹിക മതനവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. ഗാന്ധിയൻ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം, അതിനകത്ത് നോക്കിയാൽ സംസ്ഥാന പുനഃസംഘടന, നാട്ടുരാജ്യ സംയോജനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനായിട്ട് വരുന്നത്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡെവലപ്മെന്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ, ടെക്നോളജി, ഫോറിൻ പോളിസി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951, 1951 ശേഷമുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ കുറിച്ചുള്ള കാര്യവും പഠിക്കാനായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി പറയുന്നു. വേൾഡ് ഹിസ്റ്ററി ആണെങ്കിലോ നോക്കൂ, ഇംഗ്ലണ്ടിലെ റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, അതേപോലെ തന്നെ 2ാം ലോക മഹായുദ്ധാനന്തരം ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചും UNO ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് എടുത്ത് തന്നെ പഠിക്കുന്നുണ്ട് അല്ലെ. ഇതാണ് നമുക്ക് ഹിസ്റ്ററിയിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഭാഗത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ ഉദാഹരണത്തിന് ഞാൻ 2022 ചോദ്യപേപ്പറുകളുടെ ഒരു ആവറേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞ കേരള ഹിസ്റ്ററിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ട്രാവൻകൂർ ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലെ. കേരള ഹിസ്റ്ററിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രാവൻകൂർ ഹിസ്റ്ററി. മിനിമം തിരുവിതാംകൂർ ചരിത്രത്തിൽ നിന്നും ഒരു ചോദ്യമെങ്കിലും ചോദ്യപേപ്പറിൽ കാണുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അതിപ്പോൾ ഡിഗ്രി ആയിക്കോട്ടെ, 12th ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മളുടെ 10th ലെവൽ ആയിക്കോട്ടെ. ഈ പറയുന്ന തിരുവിതാംകൂർ ചരിത്രം ഡിഗ്രി ലെവലിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരുവിതാംകൂർ ചരിത്രത്തിൽ നിന്നും ഒരു ചോദ്യം ഇവിടെ വരുന്നു. ഏത്? 2021. ഇത് 2022 വരുമ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയും തിരുവിതാംകൂർ ചരിത്രം ദാ ഇവിടെ കിടക്കുന്നുണ്ട്. തിരുവിതാംകൂർ ചരിത്രത്തിൽ നിന്നും എന്തുണ്ട്? ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ദാ കിടക്കുന്നു. ട്രാവൻകൂർ ഹിസ്റ്ററി എത്ര ചോദ്യം? ഒരു ചോദ്യം വന്നിട്ടുണ്ട് 2022.
അത് കഴിഞ്ഞാൽ 2025 ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരള നാഷണൽ മൂവ്മെന്റിൽ നിന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതേപോലെ തന്നെ 1-2 പരീക്ഷകളിൽ എന്തും ചോദിച്ചിരിക്കുന്നതായി കാണുന്നു. ട്രാവൻകൂർ ഹിസ്റ്ററി ചോദിക്കുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം 1 മാർക്കിനെങ്കിലും ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയയാണ് തിരുവിതാംകൂർ ചരിത്രം എന്ന് പറയുന്ന മേഖല. ഇനി 2021 കേരളത്തിന്റെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കൂ. 2021 1 മുതൽ 2 ചോദ്യങ്ങൾ വരെ ചോദിച്ചതായി കാണുന്നു. 1 മുതൽ 2 ചോദ്യങ്ങൾ വരെ ദേശീയ പ്രസ്ഥാനം എന്ന ഭാഗത്തുനിന്ന് ചോദിച്ചതായി കാണുന്നു. ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ നാഷണൽ മൂവ്മെന്റിൽ എത്ര ചോദ്യം? 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ. മിനിമം ചോദ്യമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ 2022 ചോദിച്ചിരിക്കുന്നു. 2025 ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പ്രകാരം കേരള നാഷണൽ മൂവ്മെന്റ് എന്നതിൽ നിന്നും 1 ചോദ്യം വരെ ചോദിച്ചിരിക്കുന്നു. അതായത് 1 മുതൽ 1, 2, 3 ചോദ്യങ്ങൾ അന്ന് വരെയാണ് മാക്സിമം വന്നിട്ടുള്ളത്. 2 ചോദ്യം എന്തായാലും വരുന്നുണ്ട്. 1 അല്ലെങ്കിൽ 2 ചോദ്യം എന്തായാലും വരുന്നുണ്ട് കേരളത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും. ഇനി നോക്കിയാൽ കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്നൊരു ഭാഗമാണ് ഇവിടെ കിടക്കുന്നത്. കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ ഉള്ളത്. കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഇവിടേക്ക് വരുമ്പോൾ 2022 വരുമ്പോൾ കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്നും അധിക ചോദ്യങ്ങൾ വന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ അവിടെ എന്ത് വരുന്നുണ്ട്? ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ നോക്കൂ, ഇവിടേക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരള റിനൈസൻസിൽ നിന്നും ഒരു ചോദ്യം, മിനിമം 1 ചോദ്യമെങ്കിലും ചോദിക്കുന്നു. മിനിമം 1 ചോദ്യമെങ്കിലും ആ വർഷങ്ങളിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ചോദിക്കുന്നു എന്നൊരു പ്രത്യേകത ഉണ്ട്. മിനിമം 1 ചോദ്യമെങ്കിലും നമുക്ക് കിട്ടുന്നു. അതുപോലെ ഇപ്പോൾ നമ്മളുടെ ഡിഗ്രി ലെവലുകാർക്ക് അറിയാം, നമുക്ക് 10th നും 12th നും ഇല്ലാതെ അഡീഷണൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലേ. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി 2025 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതേപോലെ 2022 അത് 1 ചോദ്യമായിട്ട് കുറയുന്നുണ്ട്. 2021 വരുമ്പോഴും നോക്കൂ, 3 ചോദ്യങ്ങൾ വരെ മധ്യകാല ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും ചോദിച്ചിരിക്കുന്നു. 3 ചോദ്യം മാക്സിമം ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് 3 ചോദ്യം. അപ്പോൾ മധ്യകാല ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്നത് 1 മാർക്കാണ്. 2021 ശേഷം മിനിമം വന്നിട്ടുള്ളത് 1 മാർക്കാണ്. എന്നാൽ വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നോക്കൂ, 3 മാർക്ക് 2021, 2 മാർക്ക് 2022 ആവറേജ് മിനിമം ചോദ്യം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നോക്കൂ 3 മാർക്ക്. അതായത് യൂണിഫോം ആയിട്ട് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും സ്ഥിരമായി 3 ചോദ്യങ്ങൾ ഡിഗ്രി ലെവലിന് വരുന്നുണ്ട്. എന്നാൽ 10th 12th ചിലപ്പം 1 ചോദ്യം മുതൽ 2 ചോദ്യം വരെയാണ് പരമാവധി ചോദിച്ചിട്ടുള്ളത്. 10th 12th ലെവലിന് 1 ചോദ്യം മുതൽ 2 ചോദ്യം വരെയാണ് ഈ കാലയളവിൽ പരമാവധി ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു ആവറേജ് പേസിൽ നോക്കിയാൽ നമുക്ക് ശരിക്കും സിലബസ് വാരി വലിച്ചുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നോക്കിയാൽ നവോത്ഥാനങ്ങൾ, അത് കേരളം ഇന്ത്യ നവോത്ഥാനം, കേരളം ഇന്ത്യ ദേശീയ പ്രസ്ഥാനങ്ങൾ അല്ലെ, അതേപോലെ തന്നെ ഡിഗ്രി ലെവലാണെങ്കിൽ മധ്യകാല ഇന്ത്യയിൽ നിന്നും മിനിമം 1 ചോദ്യം വരെ ചോദിച്ചു കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കൂ, ഈ 2025 വരുന്ന പരീക്ഷകളിൽ അത് ഡിഗ്രി ആയിക്കോട്ടെ, 10th ആയിക്കോട്ടെ, 12th ആയിക്കോട്ടെ, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അതിൽ ചോദിക്കുന്നത് നമ്മുടെ സംസ്ഥാന പുനഃസംഘടന, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, അതിൽ കൂടുതലും സംസ്ഥാന പുനഃസംഘടനയിൽ നിന്നും ചോദ്യങ്ങൾ ധാരാളമായി മിനിമം 1 ചോദ്യമെങ്കിലും വരുന്നു. 2ഉം 3ഉം ചോദ്യങ്ങൾ നമ്മുടെ 10th 12th ലെവലിന് വന്നതായും കാണുന്നു 2025. അതായത് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഈ പറയുന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കൂടുതൽ പ്രാധാന്യം കാണുന്നു. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 2024 ശേഷമുള്ള പരീക്ഷകൾ നോക്കുമ്പോൾ കൂടുതലും ഈ പറയുന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ധാരാളമായ ചോദ്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫോക്കസിങ് ഏരിയ, അപ്പൊ വേൾഡ് ഹിസ്റ്ററിയിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ അധികമായി ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ 3 മാർക്ക് മിനിമം ചോദിക്കുന്നതിൽ 1 ചോദ്യം എപ്പോഴും UNO എന്ന ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങൾ ധാരാളമായി കാണുന്നുണ്ട്. UNO അത് ധാരാളമായി ചോദിക്കുന്നതായി നമുക്ക് കാണാം. UNO പിന്നെ കൂടുതലും ചോദിക്കാറുള്ളത് ഈ പറയുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് പിന്നീട് കൂടുതലായി ചോദിച്ചിട്ടുള്ളത്. പിന്നെ റഷ്യൻ റവല്യൂഷൻ ധാരാളമായി ചോദിച്ചു കാണുന്നു. ഫ്രഞ്ച് റവല്യൂഷൻ ധാരാളമായി ചോദിച്ചു കാണുന്നു. ഇതിന് കൂടുതൽ ഫോക്കസിങ് ഉണ്ട്, കൂടുതൽ അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. വിപ്ലവങ്ങൾ, ആ വിപ്ലവങ്ങളെ കൂടുതലായി ഫോക്കസ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ കൂടുതലും ഈ പറയുന്ന ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ചോദ്യങ്ങൾ കാണുന്നു, സ്ഥിരമായ ചോദ്യങ്ങൾ കാണുന്നു. കഴിഞ്ഞ 5 വർഷങ്ങളിൽ സ്ഥിരമായി INC നിന്നും ചോദ്യങ്ങൾ കാണുന്നു.
INC-യിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വദേശി മൂവ്മെന്റിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായതായി കാണുന്നുണ്ട്. സ്വദേശി മൂവ്മെന്റ്, ഗാന്ധിയൻ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ധാരാളമായി ഇന്ത്യയിൽ നിന്നും ചോദിച്ചതായി കാണുന്നുണ്ട്. അതേപോലെ പോസ്റ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, അതിൽ ഫോക്കസ്ഡ് ആയിട്ട് നോക്കിയാൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ തന്നെയാണ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷനിൽ നിന്നും ചോദ്യങ്ങൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരീക്ഷാ പേപ്പറുകളിൽ കാണുന്നു. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഇതെന്തായാലും പഠിച്ചോളൂ. തിരുവിതാംകൂർ ചരിത്രം സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്നു. അതേപോലെ തന്നെ നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള 2 മുതൽ 3 മാർക്ക് വരെ മിനിമം ആവറേജ് ഫോക്കസ് ചെയ്യുന്ന മേഖലയാണ് നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ യുണൈറ്റഡ് കേരള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ കേരള എന്ന് പറയുന്ന അധികമായി കാണുന്നില്ല. പക്ഷെ ഞാൻ ഈ പറയുന്നത് ബാക്കി പഠിക്കണ്ട എന്നല്ല, പക്ഷെ ഫോക്കസ് ചെയ്യുന്നത് ചോദ്യപേപ്പറുകൾ കൂടുതൽ ഊന്നൽ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് ഈ ഒരു ഭാഗത്തെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 5 വർഷത്തെ ചോദ്യപേപ്പറുകൾ എടുക്കുക. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ധാരാളമായ ചോദ്യങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ധാരാളമായ. അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഞാൻ ഒരു കാര്യം വിട്ടുപോയി. നോക്കൂ, സോഷ്യൽ റീഫോം മൂവ്മെന്റ് ചോദ്യമുണ്ട്. സോഷ്യൽ റീഫോം മൂവ്മെന്റ് എപ്പോഴും ചോദ്യം വരുന്നുണ്ട്. അതിൽ കൂടുതലും ചോദിച്ച് കാണാറുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയി ആണ്. രാജാറാം മോഹൻ റോയി എന്ന് പറയുന്ന ഒരു ഭാഗം എപ്പോഴും ചോദിച്ച് കാണുന്നുണ്ട്. രാജാറാം മോഹൻ റോയി ധാരാളമായി ചോദിച്ച് കാണുന്ന ഒരു ഭാഗമാണ് രാജാറാം മോഹൻ റോയി. ഇഷ്ടം പോലെ ചോദ്യമുണ്ട്. മധ്യകാല ഇന്ത്യൻ ചരിത്രത്തിൽ അതിന്റെ സാമൂഹിക പൊളിറ്റിക്കൽ കണ്ടീഷനിൽ നിന്നാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ചോദ്യപേപ്പറുകൾ ഫോക്കസ് ചെയ്യുന്ന കുറേ ഏരിയകളുണ്ട്. ബാക്കിയുള്ളത് പഠിക്കണ്ട എന്നല്ല, പക്ഷേ സ്ഥിരമായി ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ചോദ്യം വരും. സാറേ, ഇപ്പം എല്ലാവരും ചോദിക്കാറുണ്ട്, ചോദ്യമുണ്ട്, ഏതൊക്കെ ഭാഗം നന്നായിട്ട് ഞാൻ നോക്കിയിട്ട് പോകണം, എവിടെ നിന്നൊക്കെ ഉറപ്പിച്ച് ചോദ്യം തരും എന്ന് ചോദിച്ചാൽ ഈ ഒരു മേഖല എപ്പോഴും ഉറപ്പിച്ച് ചോദ്യം വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളത് വരില്ലെന്ന്. കാരണം PSC എപ്പോഴും പാറ്റേണുകൾ മാറ്റാറുണ്ട്. പക്ഷേ പൊതുവേ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാറുണ്ട്. 10th 12th അവസ്ഥ അത് തന്നെയാണ്. അതുപോലെ ഇതിപ്പോൾ ഡിഗ്രി ലെവലിൻ്റെ സിലബസ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നതെങ്കിൽ ഏകദേശം സിലബസ് സെയിം തന്നെയാണ്. പഠിക്കാനുള്ള അതിൻ്റെ കണ്ടന്റ്, സ്റ്റേറ്റ്മെന്റ് വൈസിനൊക്കെ ഉള്ള വ്യത്യാസമാണുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 10th 12th ഡിഗ്രി ലെവൽ പരീക്ഷകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൈലത്തിന്റെ ഏറ്റവും പുതിയ കോഴ്സായിട്ട് വരുന്നത് നമ്മുടെ യൂണിഫോം പോസ്റ്റ് ബാച്ച് 2.0 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന നവംബർ 3-നാണ് നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 1999 രൂപ വരെ ആയിരിക്കും നിങ്ങളുടെ യൂണിഫോം പോസ്റ്റിനുള്ള ബാച്ചിന്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത്. 1 വർഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ വരെ ആയിരിക്കും ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ എൻക്വയറിക്കായിട്ട് നിങ്ങൾക്ക് ഈ ബോർഡ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നീ പരീക്ഷകൾ. അതിന്റെ പ്രിലിംസ് ബാച്ച് നമ്മൾ ഈ വരുന്ന നവംബർ 1-ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2999 രൂപയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് വരുന്ന കോഴ്സ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ഈ കോഴ്സ് ഫീസ്, അതായത് ഈ ഒരു പരീക്ഷ വളരെ കൃത്യമായി പഠിക്കുന്നവർക്ക് ഫോക്കസ്ഡ് ഏരിയ ആയിട്ട് നല്ലൊരു ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മൾ പെട്ടെന്ന് തന്നെ തുടങ്ങുകയാണ്. നവംബർ 1-നാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കാരണവശാലും മറക്കണ്ട, ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ നമുക്ക് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നത്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അല്ലെ. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ബാച്ച് നമ്മൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1199 രൂപയാണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ബാച്ചിന്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എത്രയും വേഗം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പഠനത്തിനും കാര്യങ്ങൾക്കുമായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്തോളൂ. ഫോക്കസ്ഡ് ഏരിയകൾ മറക്കാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനുകൾ വന്നിട്ടുള്ളത് എങ്ങനെയായിരുന്നു എന്ന് മറക്കാൻ നിൽക്കണ്ട. അതായത് ഓരോ ടോപ്പിക്കിൽ നിന്നും മാക്സിമം അല്ലെങ്കിൽ മിനിമം എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യമായിരുന്നു നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും കാര്യങ്ങൾക്കുമായി നിങ്ങൾ നമ്മുടെ ബോർഡ് നമ്പറുമായി ബന്ധപ്പെടുക. വീണ്ടും കാണാം. ബൈ.